ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, പാവപ്പെട്ട ഉസ്താദാണ്, വലിയ പ്രയാസത്തിലാണ്, കടത്തിലാണ്. നിങ്ങളാൽ കഴിയുന്ന, അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ഉസ്താദിനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്താണ്. ആരും തന്നെ അത് കണ്ടില്ലെന്ന് നടിക്കരുത്. ആ ഗൂഗിൾ പേ നമ്പറിൽ നിക്ഷേപിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. സമസ്ത യോഗത്തിലേക്ക് ഇഴച്ചെത്തി വഹാബി ലീഗിന്റെ ഗുണ്ടാ വിളയാട്ടം. കാഞ്ഞങ്ങാട് മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഖാദിയായിട്ടുള്ള സ്ഥലത്ത് സമസ്ത 100ാം വാർഷിക സമ്മേളന സ്വാഗത സംഘം രൂപീകരണ യോഗത്തിലേക്ക് വഹാബി ലീഗ് ഗുണ്ടകൾ ഇരച്ചു കയറിയാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. ഉസ്താദുമാരെയും പ്രവർത്തകരെയും ഭീഷണിപ്പെടുത്തുകയും യോഗം അലങ്കോലമാക്കുകയും ചെയ്തു. സമുദായ സംരക്ഷകരെന്ന അവകാശവാദവുമായി മതം പറഞ്ഞ് രാഷ്ട്രീയ വോട്ടിന് തണ്ടുന്ന രാഷ്ട്രീയ ഗുണ്ടകളായ വഹാബി ലീഗിന്റെ സമുദായ സ്നേഹം ജനങ്ങൾ തിരിച്ചറിഞ്ഞേ മതിയാവുകയുള്ളൂ. സമുദായത്തിന്റെ അട്ടിപ്പേർ അവകാശം പേറി നടക്കുകയും സമുദായത്തെ തന്നെ ആക്രമിക്കുകയും ചെയ്യുന്ന വഹാബി ലീഗിന്റെ ഗുണ്ടാ രാഷ്ട്രീയം അവസാനിപ്പിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ പൊതുജനങ്ങൾ രംഗത്തിറങ്ങുമെന്ന ധാരണ വഹാബി ലീഗിനുണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഉത്തരേന്ത്യയിൽ BJP മതം പറഞ്ഞ് കാവി വർഗീയ ഫാസിസം നടത്തുമ്പോൾ കേരളത്തിൽ വഹാബി ലീഗ് മതം പറഞ്ഞ് പച്ചക്കോണക ഫാസിസ രാഷ്ട്രീയം നടത്തുകയാണ്. ഇത് അവസാനിപ്പിക്കുക, ഇത് അനുവദിച്ചു കൊടുത്തുകൂടാ. സമ്മേളനം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്ന് മരണപ്പെട്ടുപോയി കൂറ്റനാട് ഉസ്താദ് അവർകള്, അതുപോലെ കോട്ടുമല ഉസ്താദ്, KK ഹസ്രത്ത് അവർകള് തുടങ്ങിയ ഏതാനും ആളുകൾ. ഉടനെ ഷെയ്ഖുന EK ഉസ്താദ്, താജുൽ ഉലമ ഉള്ളാൽ തങ്ങൾ അവർകള്, ഷെയ്ഖുസമാൻ AP ഉസ്താദും പറഞ്ഞു, സമസ്തയുടെ സമ്മേളനം ആര് ഉദ്ഘാടനം ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് സമസ്ത മുശാവറയാണ്. അത് മുശാവറയുടെ സെക്രട്ടറിയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്, അല്ലാതെ രാഷ്ട്രീയക്കാരനല്ല എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഈ സമ്മേളനവുമായി ഞങ്ങൾ സഹകരിക്കില്ല എന്ന് മലപ്പുറം ജില്ലാ സമസ്തയുടെ പണ്ഡിതന്മാർ പറഞ്ഞു. ആര് സഹകരിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ സമ്മേളനമാകുമ്പോ അത് അള്ളാഹുത്തല വിജയിപ്പിക്കും. കാരണം ാണല്ലോ പറഞ്ഞത്, ഞാൻ വിശദീകരിക്കുന്നില്ല. അത് അള്ളാഹ് സൂക്ഷിക്കും. അതുകൊണ്ട് തന്നെ ആ സമ്മേളനം ഐതിഹാസിക സമ്മേളനമായി. എങ്കിൽ ഞങ്ങൾ അത് മുടക്കുമെന്നൊരു കൂട്ടം ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷേ മുടങ്ങുകയില്ലെന്ന് കണ്ടപ്പോ വെള്ളം വേലിയേറ്റത്തിന് അട്ടപ്പാവ് ഒഴുകുന്നത് പോലെ ആ ഭാഗവും കൂടെ കൂടി. അങ്ങനെ വിദേശത്തു നിന്ന് വന്ന അറബികൾ, ഒരറബി അന്ന് കടപ്പുറത്ത് കൂടിയിട്ട് വാ അജബ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് അറാ ബഹ്റൈൻ ബഹ്റുൽ മാ ഹിനാക് വ ബഹ്റുൽ ബശർ ഹിനാക് എന്ന് പറഞ്ഞത് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ജലസാഗരം അന്ന് വന്നു. ഏതായിരിക്കട്ടെ, അതിനുശേഷം ഈ സമസ്തയെ പച്ചവൽക്കരിക്കാൻ വേണ്ടി ശ്രമം നടത്തി. KS അബ്ദുള്ള സാഹിബ് അദ്ദേഹം മധ്യസ്ഥത്തിന് വേണ്ടി വന്നിരുന്നു. AP ഉസ്താദ് അദ്ദേഹത്തോട് പറഞ്ഞ വാക്ക്, KS എനിക്ക് പ്രത്യേകമായൊന്നും പറയാനില്ല. സുന്നത്ത് ജമാഅത്തിന് അനുകൂലമായ നിലപാട്, ഇതിനായി എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾ അംഗീകരിക്കില്ല, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് ഉസ്താദ് പറഞ്ഞു. ഉസ്താദ് മലേഷ്യയിൽ പോകാൻ വേണ്ടി വിസ കയ്യിൽ കിട്ടി നിൽക്കുന്ന സമയത്താണത്. മലേഷ്യയിൽ പോകുക ഒഴിവാക്കണമെന്ന് KS അബ്ദുള്ള പറഞ്ഞനുസരിച്ച് അങ്ങനെ KS ഉടനെ തന്നെ ഷെയ്ഖുന EK ഉസ്താദിന്റെ സമീപത്തിൽ എന്ന് പറഞ്ഞു, നമുക്ക് സമസ്ത ഒന്നാവണം. ഉടനെ തന്നെ EK അവർകൾ പറഞ്ഞത്, AP സമസ്തയിൽ നിർത്തിക്കൊണ്ട് ഒരു ചർച്ച വേണ്ട. പക്ഷേ KS പറഞ്ഞു, ഉസ്താദെ വിട്ടുവീഴ്ച വേണമല്ലോ, ഈ മുഹമ്മദ് റസൂലില്ല എന്ന ആ റസൂൽ എന്ന പദം വെട്ടണമെന്ന് ശത്രുക്കൾ പറഞ്ഞപ്പോൾ അംഗീകരിച്ച പാരമ്പര്യമല്ലേ നബിക്കുള്ളത്.
ആ നിബിധങ്ങളെ പിൻഗാമികളല്ലേ പണ്ഡിതന്മാരായ നിങ്ങൾ. അതുകൊണ്ട് ശൈഖുന ഒന്ന് അയവ് വരുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഇരിക്കെ പറഞ്ഞു, ശരി എങ്കിൽ നിങ്ങൾ ശിഹാബ് തങ്ങളോട് എന്റെ കാര്യം പറ. എ പിയുടെ കാര്യം നിങ്ങളെ ഏൽപ്പിച്ചു, എന്റെ കാര്യം ഞാൻ ശിഹാബ് തങ്ങളെ ഏൽപ്പിക്കുന്നു. ഉടനെ കേസ് പാണക്കാട് പോയി. ശിഹാബ് തങ്ങളും പറഞ്ഞു എ പിയെ സമസ്തയിൽ നിർത്തിക്കൊണ്ട് സമസ്ത ഒന്നാവണ്ട. ഉടനെ കേസെന്ന് പറഞ്ഞത് ഇനി എ പി ഇ കെ എന്ന പ്രശ്നമില്ല, എ പിയുടെ കാര്യം ഉസ്താദ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, ഇ കെയുടെ കാര്യം തങ്ങളെയും ഏൽപ്പിച്ചു, ഇനി ഞാനും തങ്ങളും വിചാരിച്ചാൽ പ്രശ്നം നടക്കും. ഉടനെ ശിഹാബ് തങ്ങൾ പറഞ്ഞു നിങ്ങൾ കുഞ്ഞാലിക്കുട്ടിയെ പോയൊന്ന് കണ്ടാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് അയ്യപ്പ വൈദ്യൻ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്ന മാതിരി ശിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടിയിലേക്ക് എന്താണ് റഫർ ചെയ്യുന്നത്? പ്രിയമുള്ളവരെ, ഇതായിരിക്കട്ടെ ആ നിലക്ക് നിന്ന് പോകുന്ന പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന പ്രശ്നം നടത്തിയത് എ പി വിഭാഗം സുന്നികളല്ല, മറിച്ച് മറുഭാഗത്തിന്റെ ആളുകളാണ്. അവര് രാഷ്ട്രീയത്തോടെ തന്നെ പച്ചവൽക്കരിച്ചു. പക്ഷെ പിന്നെ കൂറ്റാർ ഉസ്താദ് രണ്ടാമത് കേസ് അവർക്ക് സമസ്ത ഒന്നാക്കാൻ ശ്രമിച്ചപ്പോ ഇ കെ ഉസ്താദും അനുകൂലമായി നിന്നപ്പോ സമസ്ത ഒന്നായിൽ പോയാൽ എടുക്കാത്ത നാണയങ്ങൾക്ക് വിലയുണ്ടാവില്ലെന്ന് കരുതി കൂറ്റനാട് ഉസ്താദ് 14 നമ്പറുള്ള ഒരു മധ്യസ്ഥ തീരുമാനം എടുത്തിരുന്നു. അതിലുള്ളത് ഈ തീരുമാനങ്ങളെല്ലാം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുഖേനയാവുക, രണ്ട് മുസ്ലിം ലീഗിനെ എതിർത്ത് സംസാരിക്കാതിരിക്കുക, അതുപോലെ SSF പിരിച്ചുവിട്ട് SKSF ലയിപ്പിക്കുക, SYS പിരിച്ചുവിട്ടിട്ട് മഹല്ല് ഫെഡറേഷനിലേക്ക് ഇങ്ങോട്ടാക്കുക എന്നൊക്കെയുള്ള തീരുമാനം. അപ്പൊ അതും രാഷ്ട്രീയവൽക്കരണം അവര് തന്നെയാ നടത്തിയത്. അപ്പൊ എന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല. പക്ഷെ 926 എഴുതിയിട്ട് 32 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് രജിസ്റ്റർ ചെയ്ത സമസ്തയുടെ ഭരണഘടനയിൽ അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിനെ എതിർക്കുന്ന പ്രസ്ഥാനങ്ങളെയും പ്രചരണങ്ങളെയും എതിർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനം, ശരീഅത്ത് മാറ്റണം എന്നൊരു കാലത്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷെ നാം എന്ത് ചെയ്തു? ശരീഅത്ത് വിശദീകരണം നടത്തി. അന്നത്തെ പ്രഗത്ഭനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് സഖാവ് EMS അവറുകൾ പറഞ്ഞു എനിക്ക് ശരീഅത്ത് എന്താണെന്ന് പിടിയില്ല. അപ്പൊ പിടി കിട്ടിയപ്പോ മാറ്റണമെന്ന വാദത്തിന് അവർ പിന്മാറി. അതുപോലെ തന്നെ ബാബരി പള്ളി പൊളിച്ചു, മറ്റു പല പള്ളികളും വഹാബികൾ പിടിച്ചടക്കി. ഈ സമയത്തൊന്നും സുന്നികളെ മുസ്ലിംകളാകുന്ന രാഷ്ട്രീയക്കാർ പിന്തുണക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അവരോട് വെറുപ്പുണ്ടാകുമെന്ന കാര്യം തീർച്ചയാണല്ലോ. ഇത് ഇലക്ഷനിലോ അല്ലെങ്കിൽ മറ്റു പല സ്ഥലത്തോ പ്രകടിപ്പിക്കും. നിബിധങ്ങൾ തന്നെ പറഞ്ഞു മൻറാമിൻകും മുങ്കറൻ, ദീനീ വിരുദ്ധമായ കാര്യം വല്ലവനും ചെയ്യുന്നത് കണ്ടാൽ കൈകൊണ്ട് വോട്ട് ചെയ്തതിനെ എതിർത്തോട്ടെ, തച്ചോട്ടെ എന്ന് മാത്രം കൈകൊണ്ട് എതിർക്കുക എന്ന് പറഞ്ഞാൽ സിറാജ് പത്രത്തിലോ സുന്നി വോയിസിലോ ലേഖനം എഴുതിക്കൊണ്ട് ഇതിന്റെ ഒരു പരിധിയാണ്. 2 ബാലറ്റ് പേപ്പറിൽ ഞെക്കിക്കൊണ്ട് ഇലക്ട്രോണിക് ആണെങ്കിൽ ഇങ്ങനെ സ്വിച്ച് ഇങ്ങനെ ഞെക്കുക. അപ്പൊ മലപ്പുറം ജില്ലയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് ഇന്ന് വരെ വോട്ട് ചെയ്തിട്ടില്ലാത്ത പെണ്ണുങ്ങൾ KPA മജീദ് ആഞ്ഞാച്ച് ബട്ടൺ ഇങ്ങനെ ഞെക്കുമ്പോ ബലിന്റെ തുഞ്ചം അംശമായിട്ട് അമ്പന്നൂട്ടാ. യഥാർത്ഥം നിങ്ങൾ നോക്ക്, 1 2 ചിരിച്ചാ പോലെ ചിന്തിക്കേണ്ട വിഷയമാണിത്. 313 സ്വഹാബത്ത് യുദ്ധത്തിന് പോയവരല്ല. അവരെ യുദ്ധത്തിന് പോയവരാണെങ്കിൽ ഓരോരുത്തരുടെ കയ്യിൽ ഈന്തപ്പനന്റെ മട്ടലെങ്കിലും ഉണ്ടാവുമായിരുന്നു. അപ്പൊ സഹാബത്ത് യുദ്ധത്തിന് പോയതല്ല. പക്ഷെ ആ 313 സ്വഹാബത്തിന്റെ സ്ഥാനത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു അല്ലാഹുവേ ഞങ്ങൾ യുദ്ധത്തിന് വന്നവരല്ല, ഞങ്ങളെ മറുഭാഗം എതിർക്കുകയാണ്, ഞങ്ങൾ ന്യൂനപക്ഷമാണ്, അതുകൊണ്ട് നീ ഞങ്ങളെ വിജയിപ്പിച്ച് റബ്ബേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തപ്പോഴാണ് അല്ലാഹു മലക്കുകളെ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ചത്. ഇതുപോലെ ന്യൂനപക്ഷമായ മുസ്ലിംകൾ, സുന്നികളായ ആളുകൾ, പീഡനം സഹിക്കവയ്യാതെ വിഷമിച്ചവർ, ഈ കിടങ്ങേറ്റ അബ്ദുക്കയെ അടിച്ചു കൊന്നു, കുണ്ടൂർ ഉസ്താദിന്റെ മകനെ കുത്തിക്കൊന്നു റമദാൻ മാസം 27-ന്, ഗൂഡല്ലൂരിലെ അബ്ദുക്കയെ കൊന്നിട്ട് പള്ളിയുടെ ഹൗദിലേക്ക് വലിച്ചിട്ടു. നമ്മുടെ സമീപത്ത് അബൂബക്കർ മുസ്ലിയാരും മദ്രസയെ പഠിപ്പിക്കുന്ന അധ്യാപകൻ അമ്പലക്കണ്ടി, അദ്ദേഹത്തിന്റെ തലയിലേക്ക് 6mm കമ്പി അടിച്ചു കയറ്റിക്കൊന്നു. ഇങ്ങനെയൊക്കെ രൂക്ഷമായ എതിർപ്പ് കാണിച്ചപ്പോ നമ്മൾ പടച്ചെറുപ്പിനെ വിളിച്ചു, അള്ളാഹ് എന്നൊരു വിളി വിളിച്ചു. നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, നബി തിരുമേനി പഠിപ്പിക്കുക അത് മൊത്തത്തിലുള്ള ആളുകളുടേതാണ്. ഇത് ഖബർ സിയാറത്തിന്, ദിവസേന ഖുർആൻ ഓതാന്, ഉറൂസ് നടത്താന്, മറ്റ് പലതിനും വേണ്ടി വഖഫാക്കിയതാണ്. ഈ വഖഫ് ബോർഡിലേക്ക് എടുക്കേണ്ടത് സുന്നികളാണെന്ന കാര്യം തീർച്ചയാണല്ലോ. റസൂലുള്ളാഹി തങ്ങളുടെ റൗള ശരീഫ് പോലും ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ ഞങ്ങൾ ഇടിച്ചു മാറ്റും, ഒന്നേക്കാറ്റാൻ ഉയരാക്കി മാറ്റുമെന്ന് പറഞ്ഞ വഹാബി പ്രസ്ഥാനം, അതുപോലെ തന്നെ മൗദൂദി പ്രസ്ഥാനം, ഇവർക്കാണ് യഥാർത്ഥത്തിൽ കേരള വഖഫ് ബോർഡിൽ അംഗത്വം നൽകിയിട്ടുള്ളത്. അപ്പൊ AP ഉസ്താദ് എന്ത് പറഞ്ഞു? സുന്നികളെ പരിഗണിക്കണമെന്ന് ഗവൺമെന്റിനോട് പറഞ്ഞു. ഗവൺമെന്റ് AK ആന്റണിയോട് AP ഉസ്താദ് പറഞ്ഞപ്പോ മറുപടി പറഞ്ഞത് KK ആലിക്കുട്ടി മുസ്ലിയാരാ, മറുഭാഗം സുന്നിയാണ്. അപ്പൊ ഗവൺമെന്റിനോട് പറയുമ്പോൾ തന്നെ ആലിക്കുട്ടി മുസ്ലിയാര് പറയുന്നത് ഏലമുങ്ങേന് കോരനെതിരാ ജലദോഷം പിടിക്കണമെന്ന് പറഞ്ഞ മാതിരി AP ഉസ്താദ് ഗവൺമെന്റിനോട് പറഞ്ഞാൽ ആലിക്കുട്ടി മുസ്ലിയാർ എന്തിനാ മറുപടി അറിയുന്നത്? അതുപോലെ ഹസൻ മുക്കൂട്ടർ എന്തിനാ മറുപടി പറയുന്നത്? അപ്പൊ നമ്മൾ പറയുന്നത് അവകാശം വകവെച്ച് തരണം. സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾ സുന്നി ആശയം നിലനിർത്താൻ വേണ്ടി വഖഫ് ചെയ്ത വഖഫ് സാധനങ്ങൾ
അത് കൈകാര്യം ചെയ്യാൻ സുന്നികൾ മാത്രമേ അനുവദിക്കാവൂ. സുന്നികൾ അല്ലാത്തവരെ തീരെ എടുക്കേണ്ട എന്നല്ല, പ്രാതിനിധ്യ പ്രകാരം കൊടുത്തോളൂ. ജനാധിപത്യ രാജ്യമാണല്ലോ. അതുകൊണ്ട് പ്രാതിനിധ്യ പ്രകാരം ഓരോ അംഗങ്ങളും നിങ്ങൾ അവരെയും എടുത്തോളൂ, ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അതിന് നിൽക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരാണ്, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. അതുപോലെ ഹജ്ജ് കമ്മിറ്റി, അതിനെയും ഭരിക്കുന്ന ആളുകൾ കൂടിയിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് പ്രാതിനിധ്യം നൽകുന്നില്ല. ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തെ പരിപൂർണമായും തകർക്കുന്നു. അറബി ഭാഷ വിശദീകരണം നടത്തിയല്ലോ പണ്ടൊരു കാലത്ത്. അറബി പാഠപുസ്തകം മാറ്റണമെന്ന് സുന്നികൾ പറഞ്ഞു. പക്ഷേ എങ്ങനെയായിട്ട് മറുഭാഗം കേൾക്കുന്നില്ല, മുസ്ലിം ലീഗും ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ SSF മുൻകൈയെടുത്ത് SYSന്റെ സഹായത്തോടുകൂടെ അന്ന് കരുണാകരനെ പോയി കണ്ടു. കരുണാകരനാണ് അന്ന് മുഖ്യമന്ത്രി. കരുണാകരൻ പറഞ്ഞു, കുട്ടികളെ, എനിക്കിത് മാറ്റുന്നതിന് വിരോധമില്ലായിരുന്നു, പക്ഷെ ശിഹാബ് തങ്ങൾ സമ്മതിക്കുന്നില്ല. നിങ്ങളൊന്ന് അദ്ദേഹത്തെ പോയിട്ട്, അദ്ദേഹം നിങ്ങളെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളാണ്, നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടാണ്. അങ്ങനെ അദ്ദേഹത്തെ ഈ പ്രവർത്തകന്മാർ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി കിട്ടണമെന്നുണ്ടായിരുന്നു, എനിക്ക് മാറ്റണമെന്ന ആഗ്രഹവുമായിരുന്നു, പക്ഷെ കുഞ്ഞാലിക്കുട്ടി സമ്മതിക്കുന്നില്ല, നിങ്ങൾ കുഞ്ഞാലിക്കുട്ടിയോട് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ സുന്നികൾ കുഞ്ഞാലിക്കുട്ടിന്റെ അടുത്തേക്ക് അല്ല പോയത്, പടച്ച റബ്ബിനോട് പറഞ്ഞു. അതുകൊണ്ട് ജനാധിപത്യ രാജ്യത്ത് ഇലക്ഷൻ വന്നപ്പോ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ കയറി. അന്ന് മുഖ്യമന്ത്രി ഇപ്പൊ മരിച്ചുപോയ നായനാർ അവർ, അദ്ദേഹം നീതിമാനായിരുന്നത് കൊണ്ട് അന്ന് അദ്ദേഹത്തോട് സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് പറഞ്ഞു അദ്ദേഹത്തോട് അറബി പാഠപുസ്തകം മാറ്റണം. അദ്ദേഹം ചോദിച്ചു, എന്താ പാഠപുസ്തകത്തിലുള്ളത്? വഹാബി ആശയം ഉള്ളതെന്ന് പറഞ്ഞാൽ നായനാർക്ക് പെട്ടെന്ന് തിരിയണമെന്നില്ല. അപ്പൊ അറബി പാഠപുസ്തകത്തിലെ അന്നത്തെ 14ാമത്തെ പാഠം വിലായത്തു കൈരള, കേരള സംസ്ഥാനം. ആ പാഠം തുടങ്ങുന്നത് തന്നെ ഫീ വിലായത്തി കൈരള അഹദ അശറ ളിൽഅൻ എന്ന് പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ നായനാർ സമീപത്തുള്ള മന്ത്രി TK ഹംസയോട് ചോദിച്ചു, മന്ത്രി ഹംസ, എന്താണ് നിങ്ങളുടെ ഭാഷയിൽ അഹദ അസറ എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചു. ഹംസ പറഞ്ഞു 11 എന്നാണ്. അപ്പൊ അഹദ അസറ ളിൽഅൻ എന്ന് പറഞ്ഞാലോ 11 ജില്ല എന്നാണ് അർത്ഥം. അപ്പൊ നായനാർ പറഞ്ഞു, ഏത് മണ്ടൂസനാണോ ഈ ബുക്ക് ഉണ്ടാക്കിയത്, ആ ബുക്ക് മാറ്റടോ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് കേരള പാഠപുസ്തകം മാറ്റിയത്. അപ്പൊ അതിൽ AP ഉസ്താദിനെടുത്തു, അതിന്റെ സ്റ്റുഡൻസ് കമ്മിറ്റി ചെയർമാനായിട്ട്. ബാബ ഉസ്താദ് ഉണ്ടായിരുന്നു, വഫ സാഹിബ് ഉണ്ട്, മുജാഹിദ് ഉണ്ട്, ജമാഅത്ത്. എടുക്കേണ്ടവരെ പ്രാതിനിധ്യ പ്രകാരം എടുത്തു. ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്ന പുസ്തകം ഏകദേശ രീതിയിൽ പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് രാഷ്ട്രീയമില്ല, അവകാശം വകവെച്ച് തരണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഗവൺമെന്റിനോട്. ദീനീ വിഷയത്തിൽ എതിരായ സംഗതി ആര് ചെയ്താലും എതിർക്കും. വലൗകാന ആരൻ ഔ ഏവൻ, പ്രശ്നമല്ല. പത്മജന്റെ കൈ പിടിച്ചാലും എതിർക്കും, ഒറ്റപ്പാലത്തെ പെണ്ണുങ്ങളെ തലയെ കൈ വെച്ചാലും എതിർക്കും. അത് തങ്ങളോ മൂല്യാരോ നോക്കുന്ന പ്രശ്നമില്ല. കാരണം എന്താ, ബൈഅത്ത് ചെയ്യാൻ പോലും സ്ത്രീകളെ കൈ തൊടാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതത്തിന്റെ ആളുകളാണ് നമ്മൾ. ശരിക്കും ചിന്തിക്കണം. പള്ളിയിലോട്ട് പോലും സ്ത്രീകൾ വരാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ. ഇനി ഇമാമ് മറന്നാല് മൗമൂമ പുരുഷനാണെങ്കിൽ സുബ്ഹാനല്ലാഹ് ദിക്ർ കൊണ്ട് അറിയിക്കണം, പെണ്ണാണെങ്കിലോ കൈ മുട്ടി അറിയിക്കാൻ പാടുള്ളൂ. അപ്പൊ സ്ത്രീന്റെ ശബ്ദം പുറത്ത് വരരുത് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി പെണ്ണ് സ്വയം നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ അവൾക്ക് ബാങ്ക് സുന്നത്തിലെ ഇഖാമത്തേ സുന്നത്തുള്ളൂ, അതിനർത്ഥം ശബ്ദം പുറത്ത് വരരുത് എന്നാണ്. അപ്പൊ കുൽസു ടീച്ചറും മറിയമ്മ ടീച്ചറും ഗവർണേഴ്സ് 50 ടീച്ചറും ഒക്കെ കൂടി സ്റ്റേജിലോട്ട് വന്നിട്ട് മറ്റേ മനുഷ്യന്മാരും കൂടി മറുഭാഗ സമസ്തന്റെ ആളും സുന്നിന്റെ ആളും 248 പള്ളിയിലെ കാളിയും കൂടി ഇങ്ങനെ പുട്ടില് തേങ്ങട്ട മാതിരി ഇങ്ങനെ നിൽക്കുമ്പോ എതിർക്കേണ്ടി വന്നാൽ എതിർക്കും. കാരണം ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون. ആയത്തിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയാൽ സഖാബികൾ പറയും, ഞാൻ പറയുന്നില്ല. അപ്പൊ മറുഭാഗം ഈ രീതിയിൽ തെമ്മാടിത്തരം ചെയ്തിട്ട് അക്കൂട്ടത്തിലെ പണ്ഡിതന്മാർ മിണ്ടുന്നില്ല. അത് പറയുന്ന ഉത്തരവാദിത്തമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ളത്, അതിന്റെ പോഷക സംഘടനയായ SYSനുള്ളത്. അതിന് എതിർക്കുന്നത് താജുൽ മുല്ലാ തങ്ങളും ശൈഖുന AP ഉസ്താദും ഒക്കെയാണ്. അപ്പൊ ഇവരെ എതിർക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ അസൂയ കൊണ്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇൻഷാ അല്ലാഹ് ഒരു പക്ഷേ ഇതിന് മറുപടി എന്ന നിലക്ക് മറുഭാഗത്തിൻ്റെത് ഉണ്ടായേക്കാം. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.